എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ മാർഷൽ ആർട്ട് രംഗത്ത്, പ്രത്യേകിച്ച് കരാത്തെ രംഗത്ത് ചില കാര്യങ്ങളെപ്പറ്റി, നടന്നു വരുന്ന ചില കാര്യങ്ങളെപ്പറ്റിയാണ് നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ കരാത്തെ എന്ന് പറയുന്ന ആർട്ട് നമ്മളെ ഒരു ടോട്ടൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഉൾക്കൊള്ളിച്ച, സെൽഫ് ഡിഫെൻസ് ഉൾക്കൊള്ളിച്ച, മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും പഠിപ്പിക്കുന്ന, ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് ചെയ്ത് ജീവിതത്തിൽ വിജയം നേടാനുള്ള വഴികളെപ്പറ്റി പഠിപ്പിക്കുന്ന ഒരു മഹത്തായ ഒരു ആർട്ടാണ് മാർഷൽ ആർട്സിൻ്റെ അകത്ത് പെടുന്ന ഒരു നമ്മുടെ കരാത്തെ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ഈ കരാത്തെ രംഗത്ത് നമ്മളിപ്പം 4 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 3 വർഷം 4 വർഷങ്ങൾ കൊണ്ട് റെഗുലറായിട്ട് നമ്മളെ 1.5 മണിക്കൂർ 2 മണിക്കൂർ ട്രെയിൻ ചെയ്ത് നമ്മൾ വേർത്ത് നമ്മുടെ മസിലിലൊക്കെ പെയിനുണ്ടായി നമ്മളെ വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ച് നേടുന്ന ഓരോ ബെൽറ്റുകൾ. ഇപ്പോൾ നമ്മൾ ഒരു 4 മാസം കഴിഞ്ഞ് അടുത്ത ഗ്രേഡിങ് എടുക്കുന്നു, അല്ലെങ്കിൽ 4-5 മാസം അല്ലെങ്കിൽ 6 മാസത്തിനിടയിൽ ഒരു ഗ്രേഡിങ് എടുക്കുന്നു. കുട്ടിയുടെ പെർഫോമൻസ് നോക്കി അവരുടെ കഴിവിനനുസരിച്ചാണ് നമ്മൾ ഗ്രേഡിങ് എടുത്ത് നൽകുന്നത്. അങ്ങനെ ഒരു കുട്ടി ഒരു 3.5 വർഷക്കാലം 4 വർഷക്കാലം റെഗുലറായിട്ട് കൃത്യമായി ക്ലാസ്സിൽ പഞ്ച്വലായിട്ട് ക്ലാസ്സിൽ വന്ന് പഠിച്ച് ആണ് ഒരു ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിങ് അറ്റൻഡ് ചെയ്ത് ബ്ലാക്ക് ബെൽറ്റ് നേടുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ എപ്പോഴും ഈഗോ, അത് ഞാനെന്ന ഭാവമൊക്കെ ഇല്ലാതായി അറിവ് നേടണം. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ബ്ലാക്ക് ബെൽറ്റ് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ബ്ലാക്ക് ബെൽറ്റ് അറ്റൻഡ് ചെയ്യുന്ന ഇത്രയും കൊല്ലങ്ങൾ പഠിച്ച ആൾക്കാർക്ക് തന്നിലെ തെറ്റുകൾ, മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് പൂർണ്ണ ബോധ്യം കാണും. അപ്പോൾ അവർക്ക് മുന്നോട്ട് അത് ക്ലിയർ ആയുള്ള മനസ്സ് കാണും. അപ്പം അങ്ങനെയാണ് നമ്മൾ കരാട്ടെ രംഗത്ത് നമ്മൾ പഠിക്കുന്നത്. അത് നമ്മൾ വ്യക്തമായ ഒരു മാസ്റ്ററിൻ്റെ ഡെഡിക്കേറ്റഡ് മാസ്റ്ററിൻ്റെ അണ്ടറിൽ ആണ് നമ്മൾ ഇത് ട്രെയിൻ ചെയ്യേണ്ടത്. പക്ഷെ ഇന്ന് കാണുന്നത് ഇതിനൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് 10-12 വയസ്സുള്ള പല കുട്ടികളും ഇന്ന് മാസ്റ്റേഴ്സാണ്. അവരുടെ ഡോജ് തുടങ്ങുന്നു. അവർക്ക് പിള്ളേരെ ക്ലാസ്സുകൾ എടുക്കുന്നു. അവരുടെ ക്ലാസ്സിൽ എടുത്തിട്ട് പിന്നെ ടെസ്റ്റ് നടത്തുക, എല്ലാ മാസവും ടെസ്റ്റ് നടത്തി ബെൽറ്റ് കൊടുക്കുക. പിന്നെ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബെൽറ്റൊക്കെ 6 മാസം കൊണ്ട് 1 വർഷം കൊണ്ട് ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബ്ലാക്ക് ബെൽറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കും. ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മൾ കരാട്ടെ രംഗത്ത് നമ്മൾ അഡ്വാൻസ് കാര്യങ്ങളെ പറ്റി സ്റ്റഡി ചെയ്യാനുള്ള ഒരു മനസ്സതയുള്ളൊരു വ്യക്തിയാക്കി മാറ്റുകയാണ് ഈ ബ്ലാക്ക് ബെൽറ്റ് രംഗത്ത് പറയുന്നത്. അപ്പം ഈ ബ്ലാക്ക് ബെൽറ്റ് എടുക്കുന്ന കുട്ടി എപ്പോഴും അവൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ല ക്ഷമാശീലനായിരിക്കും. എന്ത് ചെയ്യുന്ന കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്യാനുള്ള ആഗ്രഹം കാണും. അവൻ്റെ നല്ല ബഹുമാനം അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഉടമയായിരിക്കും. പഠന കാര്യങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നല്ലൊരു മികവ് കൊടുക്കുന്ന വ്യക്തിയായിരിക്കും. ഒപ്പം തന്നെ അനാവശ്യമായ കൂട്ടുകെട്ടിൽ നിന്നും വ്യതിചലിച്ച് മാറി നിന്ന് അനാവശ്യമായി മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു ദിശാബോധമുള്ള ഒരു കുട്ടിയായിട്ട് ഒരു മാസ്റ്റർക്ക് ആ കുട്ടിയെ മാറ്റിയെടുത്ത് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അപ്പം അങ്ങനെ പക്വതയുള്ള ഒരു മാസ്റ്ററിൻ്റെ അണ്ടറിലായിരിക്കണം ഈ കുട്ടികളൊക്കെ ട്രെയിൻ ചെയ്യേണ്ടത്. അതൊക്കെ തന്നെ കത്താസ്, ബേസിക്സ് മെത്തേഡുകൾ, ഫൈറ്റിങ്ങുകൾ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഒരു ടെക്നിക്ക് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്ത് അത് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ കൂടെ കറക്റ്റ് ചെയ്താണ് നമ്മളത് പഠിച്ചു കൊണ്ടുവരേണ്ടത്. ഇതിപ്പം നമ്മൾ കുട്ടികളൊക്കെ ഒരു 10 പ്രാവശ്യം ചെയ്തു, അടുത്ത ടെക്നിക്ക് ചെയ്യിപ്പിക്കുന്നു, ഓടിക്കുന്നു, ചാടിക്കുന്നു, കുത്തിമറിക്കുന്നു, പിന്നെ അങ്ങനെയുള്ള ഒരു പ്രഹസനമാണ്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് ബ്ലാക്ക് ബെൽറ്റ് എടുക്കുമ്പം ഈ കുട്ടികളോട് ഈഗോ ഉണ്ടാവുകയാണ്, ഞാനെന്നൊരു ഭാവം ഉണ്ടാവും. അപ്പോൾ എനിക്കെല്ലാം അടിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ഭാവത്തിൽ വളർന്നു വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ നമ്മുടെ പേരൻസ് മനസ്സിലാക്കുക. റിയൽ കരാത്തെ ഇപ്പോൾ പലയിടത്തും കരാത്തെ എന്ന് പറയുമ്പോൾ മാസത്തിൽ 1-2 ക്ലാസ് കാണും. ക്ലാസ് കണ്ടിട്ട് അതും അരമണിക്കൂർ ക്ലാസ് പഠിപ്പിച്ചിട്ട് ഡബിൾ ടെസ്റ്റ്, ട്രിപ്പിൾ ടെസ്റ്റിൻ്റെ എക്സാം എടുക്കുക, നല്ല ഭീമമായ തുക മേടിച്ചിട്ട് ബ്ലാക്ക് ബെൽറ്റിന് അറ്റൻഡ് ചെയ്യിപ്പിക്കുക. ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ പേരൻസ് ഇന്നിപ്പം ഒരുപാട് നമ്മുടെ യൂട്യൂബ് അല്ലെങ്കിൽ വെബ്സൈറ്റുകളൊക്കെ ഓപ്പൺ ചെയ്ത് കരാത്തെ അതെന്താണ് ട്രഡീഷണലായിട്ടുള്ള കരാത്തെ എന്ന് മനസ്സിലാക്കി അതാണോ എൻ്റെ കുട്ടി പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ചിന്തിച്ച്, അല്ല അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് മാത്രമേ ഒരു കരാത്തെ ക്ലബിലോ
അല്ലെങ്കിൽ കരാത്തെ എന്ന് പറയപ്പെടുന്ന ചില പ്രസ്ഥാനങ്ങളൊക്കെ ചെന്ന് ജോയിൻ ചെയ്യാനൊക്കെ പോകാം. കാരണം ഇതൊരു ഫിസിക്കൽ ഒരു ആർട്ടാണ്. ഇത് നമ്മൾ അതിൻ്റെ രീതിയിലൂടെ ആർട്ട് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് അത് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെയായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ബോഡിപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം, ഫിസിയോളജി പഠിക്കണം, സൈക്കോളജി പഠിക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇതിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് കരാത്തെ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എല്ലാ പേരൻസും അതിനെപ്പറ്റി ആധികാരികമായിട്ട് പഠിച്ചിട്ട്, ഇപ്പോൾ കേരളത്തിലാണെങ്കിലും നല്ല നല്ല മാസ്റ്റേഴ്സ്, നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ്, അവർക്ക് ബിസിനസ് അറിയില്ലായിരിക്കും, അവർക്ക് അവരുടെ ഡോജോ ബിസിനസ് നടത്തി അവർ കുട്ടികൾ വളരെ കുറവായിരിക്കാം. അപ്പോൾ നിങ്ങൾ കുട്ടികളുടെ എണ്ണം നോക്കിയല്ല ക്ലാസ്സിൽ പോകേണ്ടത്. ഒരു മാസ്റ്റർ എന്ന് പറയുന്ന ആൾ സമൂഹത്തിലെ ഒരു വ്യക്തിത്വമുള്ള ആളാണോ, അത് മദ്യപാനിയാണോ, അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ആളാണോ എന്നൊക്കെ ചിന്തിച്ച് ആ വ്യക്തിയെപ്പറ്റി ഒരു പഠിത്തം നടത്തിയിട്ട് മാത്രമേ നിങ്ങൾ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കാവൂ. ഓക്കെ, നമ്മൾ കരാത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളെ പറ്റിയും പഠിച്ചു വരുന്ന ഒരു നല്ലൊരു കലയാണ്. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കന്മാർ ഈ പഠിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികളും മുതിർന്നവരൊക്കെ ഒരു ആധികാരികമായിട്ട് കരാത്തയുടെ എന്താണ് ഗ്രേഡിങ്, എന്താണ് ബ്ലാക്ക് ബെൽറ്റ് എക്സാം, എന്താണ് സർട്ടിഫിക്കറ്റുകൾ, എന്താണ് ബെൽറ്റ് സിസ്റ്റം, എന്താണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം കരാത്തെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. എന്ത് കാര്യമാണല്ലോ അതിനെപ്പറ്റി അധികം സ്റ്റഡി നടത്തുക. വെറുതെ സമയം പോകുന്നു മാത്രമല്ല, ചിലപ്പം അനാവശ്യമായ ട്രെയിനിങ്ങുകളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ ശാരീരികമായിട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, മാനസികമായിട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഇൻസ്ട്രക്ടേഴ്സിൻ്റെ അണ്ടറിൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുക, ഒപ്പം ട്രെയിൻ ചെയ്യുക. ഇത് മനസ്സിലാക്കുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.